അല്ല ഇതിപ്പം പെണ്ണുങ്ങളെക്കാട്ടി ഒരുക്കാന്നല്ല നിങ്ങള്. എടി നിന്റെ ഒപ്പം ഒരു സ്ഥലത്ത് വരുമ്പോ അതിന് തക്ക രീതിയിൽ ഞാൻ സുന്ദരനാവണ്ടേ? അത് നിങ്ങൾ എത്ര ഒരുങ്ങിയിട്ടും കാര്യമൊന്നുമില്ലേ. അത്രയ്ക്ക് പോറാ എന്നെ കാണാൻ. അത് ഞാൻ വെറുതെ പറയാം. മുടിയൊക്കെ ശരിക്കും ചീകി വെച്ചോ. നിന്നെ കാണാൻ അടിപൊളിയാ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ. പിന്നെ എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. പിള്ളേരെന്താ ചെയ്യുന്നത് നോക്കിട്ട് വരാം. ശരി. ഒരുങ്ങിയാവോ ആവോ നോക്കട്ടെ എന്താ ചെയ്യുന്നല്ലോ. ഇതെന്താ എന്റെ മക്കൾ ഇത്ര സൈലന്റ്? ഞങ്ങൾ എന്താ അടി ഉണ്ടാക്കണോ? അല്ല അങ്ങനെയല്ലല്ലോ പതിവ്, അതുകൊണ്ട് അമ്മ പറഞ്ഞതാ. പതിവൊക്കെ ഇടയ്ക്ക് മാറ്റണ്ടേ അമ്മേ? ആ അതാണോ കല്യാണത്തിന് വരുന്നില്ല എന്നോട്ട് വരാൻ തീരുമാനിച്ചേ? അയ്യോ അതൊന്നല്ല, 5 രൂപയുടെ നോട്ട് കിട്ടാനില്ല, അതുകൊണ്ടാ. ആ ഒന്നുമല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ആട്ടാ മധു. ആ മതി മതി മതി, അടി കൂടിയത്. പെട്ടെന്ന് റെഡി ആവാൻ നോക്ക്. അമ്മയും സരിതയൊക്കെ എന്തായാവും മേക്കപ്പ് ഒക്കെ ഇട്ട് ഓവറാക്കി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇത് റെഡിയായില്ലേ നിങ്ങള്? ചേച്ചി എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയാന്നല്ല. ചേച്ചി സുന്ദരായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ സൂപ്പർ ഫാസ്റ്റ് പോലെ ഇരിക്കുന്നു. എന്തമ്മേ ഇത്ര അസൂയ പാടില്ല കേട്ടോ. എനിക്കിതിന് അടിയോളോട് സൂയോ. അമ്മ ആ മാല കൊള്ളാലോ. എടി ഇത് വിലാസിനെ സെലക്ട് ചെയ്ത് തന്ന. അതെ അമ്മക്ക് നല്ല മാച്ച് ആയിട്ടുണ്ട്. നിന്നെ കാണാൻ നല്ല ഭംഗിയ. എന്തൊരു നല്ല സാരിയാണ്. അമ്മ വേണുകൂട്ട രാവിലെ തന്നെ വന്നിട്ട് തോന്നുന്നുണ്ട്. ഞാനേ ആണ് പറഞ്ഞിട്ടിട്ട് തരാം. പ്രകാശി, പ്രകാശി, ഇയാളിത് എവിടെ പോയിരിക്കുമെന്നറിയാം. മനുഷ്യനോട് വരാൻ പറഞ്ഞിട്ട്. ചേട്ടൻ ഇവിടെ ഇല്ലടാ. ഇവിടെ ഇല്ലേ? അപ്പൊ ഫോൺ വിളിച്ചപ്പോ ഇവിടെ ഉണ്ട്, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ ചിലപ്പോ നിന്നെ ഫോൺ വിളിച്ചിട്ടായിരിക്കും ചേട്ടൻ പുറത്തു പോയത്. ഈ പ്രകാശിയുടെ ഓരോരോ കാര്യങ്ങളെ. നീ പൊക്കോന്നാ, ചേട്ടൻ വരുമ്പോ ലേറ്റ് ആവും. ലേറ്റ് ആവൂലേ? ആ പൊക്കോ, വരുമ്പോ പറഞ്ഞേക്കാം. ശരി. ശരി. ആ നീ എന്ത് പോവാൻ പോകുന്നു? പ്രകാശ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാ? പിന്നെ ഞാൻ അകത്തുണ്ടായിരുന്നു. ഇവള് പറഞ്ഞു നിങ്ങളിവിടെ ഇല്ലാന്ന്. എന്തോ ആടി ഇത് കൊഴുത്തിനും. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരുന്നാലേ കല്യാണത്തിന് പോകാൻ ലേറ്റ് ആവും, അതുകൊണ്ടാ. ഓ നിന്റെ ആ പഴയ പുളിവടി ഇപ്പോഴും തീർന്നിട്ടില്ല. നുണച്ചിപ്പാറു മുളച്ചിപ്പാ നിന്റെ മറ്റോള്. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അവളുടെ ഒരു 5 ഡയലോഗ് ആയിട്ട് വന്നേക്കണം. ഇവനെ ഐശ്വര്യമായിട്ടൊരു പുതിയ കച്ചവടത്തിന് പോവാ. അതിന് എന്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാ. അതെ, പാര വയ്ക്കല്ലേ. അനുഗ്രഹം കൊടുക്കാൻ ചേട്ടന് ആര്? ഇതെന്റെ ആശാൻ. വെറുതെ നിനക്ക് പെണ്ണ് കിട്ടാത്തത്, ഇതൊക്കെയല്ലേ ആശാൻ. പ്രകാശ് നിങ്ങളത് വിട്ടേ. നിങ്ങൾക്കറിയാലോ, ആദ്യമായിട്ടാണ് ഞാൻ തനിയൊരു കച്ചവടത്തിന് വേണ്ടി പോണത്, അതും ഹിന്ദിക്കാരുടെ അടുത്ത്. പ്രകാശ് മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് അനുഗ്രഹിച്ചു. നിനക്ക് നല്ല പോലെ ബിസിനസ് ചെയ്യാൻ പറ്റട്ടാ. എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകും കേട്ടോ. എഴുന്നേറ്റോ എഴുന്നേറ്റോ. നീ എന്താണ് ഇവന്റെ കാലം വിടുന്നു? നീ എന്താ തെറ്റാ ചെയ്തോ? അമ്മ ഇവൻ ഒരു പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങുക, അതിന് എന്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാ. ആ എന്റെ മോന്റെ അനുഗ്രഹം മേടിക്കുന്നത് നല്ലതാടാ. ബെസ്റ്റ്, അനുഗ്രഹം കൊടുക്കാൻ പറ്റിയ ആള്. ഇവിടുത്തെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? മക്കളെ അതൊന്നും നീ കാര്യമാക്കണ്ടടാ. എല്ലാരും നിന്നെ അംഗീകരിക്കുന്ന ഒരു കാലം വരും. അല്ലെങ്കിൽ അച്ഛനാണ് എന്റെ റോൾ മോഡൽ. ഞങ്ങളുടെ ഓ റോമാഞ്ചിഫിക്കേഷൻ. പ്രകാശി ഈ മക്കളല്ലേ നിങ്ങളുടെ സ്വത്ത്? എല്ലാരും എന്റെ കൊച്ചുമക്കളല്ലേ, അങ്ങനെ വരൂ. മതി മതി, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. ഇപ്പം തന്നെ കുറേ ലേറ്റ് ആയില്ലേ. പ്രകാശി അങ്ങനെ ഈ ബസ് സ്റ്റാൻഡ് വരെ ഞാനും വരാം. ഓ എവിടെ മക്കളെ ഡോർ അടച്ചടാ, ഡോർ അടക്ക്. അമ്മ ഇറങ്ങാൻ നേരത്തെ എന്താ പറഞ്ഞത്? എൻ്റെ മോനെ ലോകം അംഗീകരിക്കണ കാലം വരുന്നല്ലേ. ഇത്ര പെട്ടെന്ന് ആ കാലം വരുന്ന ഞാൻ വിചാരിച്ചില്ല അമ്മേ. ശബത്ത് കുത്തലടി. ഞാൻ കുത്തും ചേച്ചി, നന്നായിട്ട് കുത്തും. എന്താടാ ഒന്നാവാൻ അടച്ചു കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഞാൻ അടച്ചു വെക്കോടെ, ഞാൻ തുറന്നു പിടിക്കുള്ളൂ. അമ്മ വേഗം പാലൂർന്ന് നമുക്ക് അകത്ത് കയറിപ്പോ. ഓ ശരി ചേച്ചി, എനിക്ക് ദാഹിക്കുന്ന സദ്യയുടെ എഫക്ട് വേഗം വന്നോ. എടാ ഈ സമയത്ത് നിനക്ക് സദ്യ ഇങ്ങനെ കഴിക്കാൻ നാണം ഉണ്ടോടാ? പിന്നെ അച്ഛൻ്റെ രീതി എൻജോയ് ചെയ്തു, ഞാൻ എന്റെ രീതിയിൽ എൻജോയ് ചെയ്തു. ആ നിന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, അത് ഞങ്ങൾ കണ്ടു. അതെ ഒന്ന് നിക്കണേ, ഒരാളൂടെ ഉണ്ട്. ആ ബെസ്റ്റ്. എന്റെ പ്രകാശി ആടല്ലേ പ്രകാശി, നേരെ നിൽക്കുക, അവര് ശ്രദ്ധിക്കണു. സ്റ്റഡി ആയിട്ട് നല്ല നടക്ക്. അതെ ആരും പ്രകാശിനെ വഴക്ക് പറയരുത്. ഒരു ധൈര്യത്തിന് പ്രകാശി എന്നെ വിളിച്ചോണ്ട് വന്നതാണ്. അല്ല നിന്റെ ഈ പ്രകാശ് കല്യാണത്തിന് അവിടെ വന്നിട്ട് എന്നാ കാണിച്ചു വെച്ചതെന്ന് എനിക്കറിയുവാ. കള്ളു കുടിച്ച് ഇച്ചിരി ഓവറായി പോയതല്ലേ. ആ കള്ളു കുടിച്ചത് പോട്ടെ, ഞാൻ ക്ഷമിക്കാം. സ്റ്റേജിൽ കയറി നീളത്തിലൊരു പ്രസംഗം അങ്ങ് നടത്തി. അമ്മ പ്രകാശ് ഏത് കല്യാണ വീട്ടിൽ പോയാലും അങ്ങനെയാണ്. ചെറുക്കനെ പെണ്ണിന് ഒരു ആശംസ കൊടുക്കും സ്റ്റേജിൽ കയറി. ആ എന്നാ അങ്ങനെയല്ല, കുട്ടമ്മാവനെ തെറിയാഭിഷേകം നടത്തിയത്. കുട്ടമാമനെയാ? ആ
എന്നിട്ട് കാട്ടുകള്ളം കുട്ടമ്മാവൻ അമ്മേനെ സ്പെഷ്യൽ ആയിട്ട് കല്യാണം പറഞ്ഞില്ല എന്നും പറഞ്ഞു. എന്റെ പ്രകാശ്, അത് മാത്രല്ല ഇനി വരാൻ കിടക്കുള്ള ഹൈലൈറ്റ്. ഇനി എന്താണ്? ചേട്ടനെ കുട്ടമ്മാമ്മയുടെ ശബ്ദത്തില് അമ്മേനെ ഫോൺ വിളിച്ചിട്ട് കല്യാണത്തിന് വരണേന്ന് ക്ഷണിച്ചു. പാവം അമ്മ ഇതൊന്നും അറിയാണ്ട് കല്യാണത്തിന് പോയി. എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് മതിയായില്ലടാ. ഈ ബുദ്ധി ആരാ ഉപദേശിച്ചെന്ന് വെച്ചിട്ടാ? പിന്നെ എന്റെ ചെറിയ ഐഡിയ അമ്മ. പ്രകാശ്, കൊള്ളനെ നീ അല്ലടാ ഇവനെ ചീത്തയാക്കുന്ന. ഞാനാ? അല്ല, നിങ്ങളുടെ മകനെ കണ്ടു പോയി കുടിച്ചിട്ട് എന്റെ തോളത്ത് ഊങ്ങി വന്നിട്ട് ഞാൻ ചീത്തയാക്കുന്നു. എന്റെ ഉമ്മർത്തങ്ങനെ കണ്ടുപോയ നിന്നെ കഴുത്തെ പിടിച്ച് പുറത്തിറക്കും കേട്ടോ. നീ പോണ്ടില്ലേ കുടിച്ചവന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. തിരിച്ചു പോകുമ്പോ അങ്ങ് കൊണ്ടുപോ. നിന്നെ ഇനി വീടിന്റെ ഉമ്മർത്ത് കൊണ്ടുപോകരുത് കേട്ടോ. പോടുന്നു. പ്രകാശം കുഴപ്പമുണ്ടാമ? വേണു അങ്ങൾ ഇങ്ങനെ തന്നെയാണ്. എന്നെ പഠിച്ചില്ല 5 രൂപയുടെ കാര്യം പറഞ്ഞു അനുഭവിച്ചു. എടാ 5 രൂപയുടെ കാര്യത്തിന് ഞാൻ അവിടെ ചെന്നപ്പോ ഏതോ ഒരു ഗവർണർ ഒപ്പമുള്ള 5 രൂപ നോട്ട് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ചമ്മിന്ന് അറിയല്ലോ, എനിക്ക് സന്തോഷമായി. ഇതാണ് എടാ സഞ്ജു, ആ കള്ളൂടി അമ്മ കൂടെ നിൽക്കാൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ? അതെ വന്നച്ചമ്മേ. വേണുക്കുട്ട കള്ളുകുടിയന്മാര്. ഈ സഞ്ജു ചെറുക്കൻ പരീക്ഷണം നടത്തി എന്റെ മാവൊക്കെ പ്ലാവാകുന്ന തോന്നുന്നു. ഈ മിറ്റത്ത് നിറച്ച് കരിയിലേ കിടക്കുന്നു. അയ്യോ അമ്മ, ഞാനിത് രാവിലെ അടിച്ചു വാരിയതാ. എന്നിട്ടാണോ ഈ കാണുന്നതെല്ലാം കിടക്കുന്നത്? കണ്ടോടാ പ്രകാശ, ഇത് കണ്ട തൂത്തിട്ടാണ്ട് ഒരാഴ്ചയായെന്ന് തോന്നുന്നു. അതാ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കോണം. അതില്ലമ്മേ, ഞാൻ ഇവിടെ മാത്രം തൂക്കാൻ മറന്നുപോയി. ഇവിടെ മാത്രമല്ല, ഈ പെരയ്ക്ക് ചുറ്റും കരിയില്ല. അത് ടെൻഷൻ അടിക്കണ്ടമ്മേ, ഇവിടെ തൂത്ത് വൃത്തിയായിക്കോളും. ഞാൻ ചെയ്യും അമ്മേ, അമ്മ ചെയ്യണ്ട. ആ ചെയ്താ കൊള്ളാം. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ആ നിങ്ങളുടെ ഈ തൊട്ടും തലോടലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ സഹായത്തിന് വന്നാന്ന്. എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ നമ്മുടെ ഈ വടക്കേ മൂലയ്ക്ക് താമസിക്കുന്ന രമേശനില്ലേ, ആ ഒരു ഭാര്യയും പിള്ളേരും വയസ്സായ ഒരു അമ്മയൊക്കെ ആയിട്ട് താമസിക്കുന്നു. അവന്റെ വീട്ടിലോട്ട് വണ്ടിയൊന്നും പോകത്തില്ലമ്മേ, വഴിയില്ല. അങ്ങനെ സൈക്കിളും കണ്ട പോകുന്ന വഴിയുള്ളൂ തോന്നുന്നു. കഷ്ടിച്ചിട്ട് സ്കൂട്ടർ അറ്റം പോവും, അത്രേ ആവുള്ളൂ. ആണോ? അതേന്നേ, ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രായമായ ഒരു അമ്മ നിൽക്കില്ലേ, ആ അമ്മയ്ക്ക് വല്ല അസുഖം വന്നാൽ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകും, ഒരു നിവൃത്തിയില്ല. എടാ തലയ്ക്ക് കണ്ണും കണ്ടുകൂടല്ലോടാ. കണ്ണും കണ്ടുകൂടാ, കിടയും കണ്ടുകൂടാ, ഒന്നും ഇല്ലെന്നേ. എന്നിട്ട് ഇപ്പോഴേ അവൻ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാർ മേടിക്കാൻ, ഒരു പഴയ കാർ മേടിക്കാൻ തീരുമാനിച്ചു. എന്റെ കുഞ്ഞെ, കാറൊക്കെ ആ വഴിക്ക് കയറുവോ? നീ എന്തോ പറയുന്നത്? റോഡിലിടണ്ടേ? അത് റോഡിലിടണം, അതാ വിഷയം. അപ്പൊ അവന്റെ വീട്ടിലോട്ട് കാറ് ചെന്നാലല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ വടക്കേ അതിർത്തിയിൽ ഒരു ശകല സ്ഥലം വിട്ടുകൊടുത്താൽ കാറ് സുഖമായിട്ട് അവന്റെ വീട്ടിൽ ചെല്ലും. ഒരു ഉപകാരമല്ലേ അമ്മേ? എന്റെ വസ്തു ഒരു ശകല സ്ഥലം ഞാൻ വിട്ടു കൊടുക്കില്ല ആർക്കും. അമ്മ സൈഡിൽ നിന്ന് കുറച്ചു കൊടുത്താൽ മതി. കുറച്ചും കൊടുക്കില്ല, ഒട്ടും കൊടുക്കില്ല. അമ്മ അത് വെറുതെ വേണ്ട, നമുക്ക് പുറത്തുള്ളതിന്റെ ഇരട്ടി വില മേടിക്കാൻ പറ്റും അവന്റെ ഇന്ന്. ആ കാശ് കണ്ടപ്പോഴത്തേക്ക് അവന്റെ ഒരു ആക്രാന്തം, ഒരു കമന്ന് വീഴലും. അമ്മ ഇതിന് സമ്മതിച്ച 2 ഉണ്ട് കാര്യം. എന്തൊക്കെയാണെന്നറിയാം? ഒന്ന്, അവന്റെ വീട്ടിൽ കാറ് കയറും. രണ്ടാമത്, ആ പൈസക്ക് പ്രകാശേട്ടന് ബിസിനസ്സും ചെയ്യാം. നടക്കില്ല. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളെ തള്ളയുടെ മനസ്സിലിരിപ്പ്? നിങ്ങൾ നന്നാകുന്നത് തള്ളക്ക് ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം അമ്മയെ തള്ളയെന്നൊക്കെ വിളിച്ചു തുടങ്ങി. നാളെ ഇനി എന്തൊക്കെ വിളിക്കുമെന്ന് ആർക്കറിയാം. ഞാൻ എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നത് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. എടാ പ്രകാശ, ഇവിടെ തള്ളേന്ന് വിളിച്ചു നീ കേട്ടല്ലോ. അമ്മ ഇവിടെ എന്തും വിളിക്കും. ഇപ്പൊ എന്നെ വിളിക്കണ എന്താ അറിയാം? ഞാൻ ഇവളുടെ ചെലവിലല്ലേ ജീവിക്കുന്നത്. അതിന്റെ അഹങ്കാരം ഇവിടെ എന്നോട് തീർക്കും. മക്കളൊരു കാര്യം ചെയ്യും, ആ സൈഡിലുള്ള വഴി എഴുതി കൊടുക്കാന്ന് പറ. സത്യം? പിന്നല്ലാതെ. നീ മുമ്പ് എന്നെ തള്ളേന്ന് വിളിച്ചില്ലേടി? അത് സ്നേഹം കൊണ്ട് വിളിച്ചതല്ല, ചിലപ്പോ മമ്മീന്ന് വിളിക്കും. ഓ, സ്നേഹം കൂടുമ്പോ മമ്മി നിങ്ങൾക്ക് വിളിക്കുമോ? എന്റെ അമ്മ ചെയ്തൊരു വലിയ പുണ്യ പ്രവൃത്തിയാ. അമ്മ എന്റെ ചക്കര അയ്യോ പൊന്നെ. അയ്യോ എന്താ നീ എന്താ ഇമ്മോച്ച് തന്നെ? ഈ ദേഷ്യം വരുമ്പോ പറയുന്നേ ഉള്ളന്നേ, വലിയ കഥയൊന്നും ഇല്ല. പൊട്ടിയാ ഞാൻ കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുത്തോടാ. മാറ്റിക്കളയരുത് കേട്ടോ. ഇല്ല മക്കളെ, കൊടുത്തോ. എടി പുഷ്പ, അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരിയേക്കണേ.
ആ ആ എനിക്കും കഴിയില്ല. നീയാ എനിക്ക് എന്താ വേണ്ട വെച്ച് നീ എന്തിനാ എന്റെ പുറകെ കിടക്കുന്നേ? എന്നാ ഞാൻ കൂടെ നടക്കാം. എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ താല്പര്യമില്ലെങ്കിലോ? ചേടാ നിന്റെ താല്പര്യം നോക്കിയിട്ടാണ് നിന്റെ പുറകെ നടക്കുന്നത്. എന്റെ പുറകെ കിടന്നിട്ട് ഒരു കാര്യമില്ല. സഹോദരി ചെല്ല്. സഹോദരിയാ? സഹോദരി എന്നൊന്ന് വിളിച്ച് കളയാൽ എനിക്ക് അതും കൂടി താങ്ങാൻ വയ്യ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എടാ ഞാൻ 5ാം ക്ലാസ് മുതൽ നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഒന്ന് എന്നെ പരിഗണിച്ചുകൂടെടാ? എനിക്ക് എന്താ കുഴപ്പം? നല്ല ലുക്കില്ലേ, ആവശ്യത്തിന് അധികം എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ, പിന്നെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്വത്ത് വീട്ടിലുണ്ട്. നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ പറയില്ലടാ. ഒന്നില്ലെങ്കിൽ നീ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഷെഫ് ആയതുകൊണ്ടല്ലേ ഞാനും അതിന് പോയത്. എന്നിട്ട് നിനക്ക് ജോലിയുണ്ടോ? ജോലിയില്ല. ജോലി കിട്ടും, നല്ല ഓഫറൊക്കെ വരുമ്പോ ജോലി കിട്ടും. എന്നാലേ എന്റെ പുറകെ നടക്കാൻ ആദ്യം പോയി നല്ലൊരു ജോലി വാങ്ങാൻ നോക്ക്. ശരി, ഞാൻ ജോലി വാങ്ങിച്ച് എന്നെ പ്രേമിക്കൂ? ഇല്ല. ശരി, പ്രേമിക്കണ്ട, എന്നെ ബെസ്റ്റ് ആയിട്ട് കണ്ടുകൂടെ? ബെസ്റ്റിയാ? ഇവിടെ മനുഷ്യൻ നിന്നിരുന്ന സമയമില്ല, അപ്പോഴാ ബെസ്റ്റ് കളിക്കാനുള്ള സമയം പറയുന്നത്. ബെസ്റ്റിയും പ്രേമിക്കാൻ എന്നെ കിട്ടില്ല. ഇതെന്താണ് ഒന്നുമില്ലായ്മ പോലെ? എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അതൊന്നും തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂല. നീ വീട്ടിൽ ചെല്ല്. തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. എനിക്ക് നിന്റെ അച്ഛന്റെ നമ്പർ ഉണ്ടെന്നാ തോന്നുന്നു. വിളിച്ചാലോ? അയ്യോ, അച്ഛനെ വിളിക്കരുത്, അച്ഛനെ വിളിക്കരുത്. നീ ചെല്ല് 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 ചെല്ല്. ഞാൻ വീണ്ടും വരുവേ. കല്ല അവിടെ ഇവളാ ഞാൻ. അയ്യോ, കല്ലെടുക്കല്ലേ, കല്ലെടുക്കല്ലേ. കുടിച്ചോക്കെ എങ്ങനെയുണ്ട്? എനിക്കില്ലേ? എന്നാ നീ കുടിച്ചോ. ഇത് എങ്ങനെയുണ്ട്? ഇതിൽ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൂടെ? ഇപ്പൊ നാരങ്ങ വെള്ളം എന്തെങ്കിലും പറയായിരുന്നു. നാരങ്ങ വെള്ളം ആയി കഴിഞ്ഞാൽ നാരങ്ങ വെച്ചാൽ നാരങ്ങ വെള്ളം ആവില്ലേ? ഇത് പഞ്ചസാര വെച്ചാലേ നൊസ്റ്റാൾജിക് ആയിട്ട് വരുള്ളൂ. ഇത് ഞാൻ പണ്ട് കുറെ കലക്കി കുടിച്ചിട്ടുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാലേ പഞ്ചസാര ഇട്ട് എടുത്തതിന് അമ്മനെ ഓടിച്ചിട്ട് തല്ലാറുണ്ട്. എന്നാലേ അമ്മ ഇതറിഞ്ഞാൽ ചിലപ്പോ അപ്പച്ചീനെ ഓട്ടിച്ച് തല്ലും. പിന്നെ നിന്റെ അമ്മ ഇങ്ങനെ ഓടിക്കാൻ വാ, ഞാൻ നിന്ന് കൊടുക്കാം. വേണേ കുറച്ചുകൂടി പഞ്ചാര എടുത്തേ. വേണ്ട 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 വേണ്ട. കുടിച്ചോ കുടിച്ചോ. എന്നാടെ ഇവിടെ ആ ഇപ്പം കിട്ടും. എന്ത്? അമ്മ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര വെള്ളം കലക്കിയിട്ട് പഞ്ചസാര മൊത്തം തീർത്ത്. പഞ്ചസാര തീർത്തിട്ടൊന്നുമില്ല ചേച്ചി. നോക്കട്ടെ, ഞാനൊന്ന് കുടിച്ചോട്ടെ. എടുത്തോടി. ഇതിന് ഒട്ടും മധുരമില്ലല്ലോ സരിതേ. ആ ചേച്ചി ചീത്ത പറയുന്ന വിചാരിച്ചിട്ടേ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടുള്ളൂ. കുറച്ചുകൂടി ഇടാല്ലേ? പിന്നെ അല്ലാണ്ട് അങ്ങോട്ട് ഇടുക. പഞ്ചസാര തീർന്ന കടയിൽ നിന്ന് മേടിച്ചൂടെ? ഇതാ അല്ല പിന്നെ ഇതെന്താ അമ്മയ്ക്ക് നൊസ്റ്റു അടിച്ച പഞ്ചസാര വെള്ളം കുടിച്ചപ്പോ? നീ ഇടടി. എടുത്തേ. എനിക്ക് സന്തോഷം വരുമ്പോണ്ടല്ലോ നല്ലോണം മധുരം കഴിക്കാൻ തോന്നും. നല്ലോണം ഇട്ട് കലക്കുക. നോക്കട്ടെ, ഇനി നോക്കട്ടെ നോക്കട്ടെ. കൈയൊക്കെ എന്തേ വറക്കുന്നത് എനിക്ക്? ഇപ്പൊ സൂപ്പറായി. ഇങ്ങനെയാ കുടിക്കണ്ട. അപ്പൊ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സന്തോഷം ഉണ്ടല്ലോ. അതുണ്ട്. എന്താണ്? അതെ, എന്റെ അമ്മയ്ക്ക് വല്ല പണിയും കൊടുത്തതാണ്. അതൊന്നല്ല. പക്ഷെ ഈ സന്തോഷത്തിന് കാരണം നിന്റെ അമ്മയാ. അതെന്ത് കാരണം? അതൊരു കാരണം. അതെന്തമ്മ? അതിലടി നമ്മുടെ വടക്കേപ്പറമ്പിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുന്ന രമേശനില്ലേ, അവന്റെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ലല്ലോ, കാറൊന്നും കേറത്തില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ എന്നാ കുറച്ച് വഴി കൊടുക്ക, സ്ഥലം വീതിയാക്കാൻ വേണ്ടിട്ട്. അച്ഛമ്മ അമ്മ സമ്മതിച്ചു. നല്ല പൈസ കിട്ടൂലോ. അത് കിട്ടും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ കാര്യം. അല്ല സരിത്തെ, അത് ഒരു ഉപകാരത്തിന് കൊടുക്കുന്നതല്ല. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കണം. ഞാൻ അമ്മയുടെ മോളല്ലേ, ഈ സ്വത്തിന് എനിക്ക് കൂടി അവകാശമില്ലേ? ഞാൻ അറിയാണ്ട് ഇങ്ങനെ ഇവിടെ ഈ കാര്യം നടക്കണത്. എന്നാലേ ഞാൻ അച്ഛമ്മേന്റെ മോന്റെ മോനാ, അപ്പൊ എനിക്കും ഈ സ്വത്തിന്റെ കാര്യത്തിൽ അവകാശമുണ്ട്. നീ പോയി ഇപ്പൊ സ്കൂളിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ മൊട്ടേന്ന് കഴിഞ്ഞില്ല സ്വത്തും ചോദിച്ചു വന്നേക്കണത്. ഇത് ഞാൻ ശരിയാക്കി തരും. ഈ സരിത ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ കച്ചവടം നടക്കില്ല. നീ ജീവനോടെ ഇരുന്നാലല്ലേ നിന്നെ ഞാൻ തല്ലിക്കൊന്നാലോ?
ആരാ ജീവനോട് ഇരിക്കുമെന്ന് കാണാം നമുക്ക്. കാണാം. ഒരു പഞ്ചസാര വെള്ളം ഉള്ള പഞ്ചസാര തെച്ചും തീർത്തിട്ട് ഇത്ര നേരം ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണല്ലോ പറഞ്ഞേ. ആ ഇപ്പൊ എനിക്ക് അത്ര സന്തോഷമില്ല. ഓ അപ്പൊ മതി ചേച്ചി, അമ്മയ്ക്ക് കുറച്ച് മുളക് പൊടി കൊടുത്താലോ? കാരണം ദേശത്തിന് എരിവ് ഏറ്റവും ബെസ്റ്റ്. അതെ അല്ലേ? എന്നിട്ട് വേണം നിന്റെ വായിൽ മുളക് പൊടി ഇടാൻ. ഇവിടെ ഇത് കുടിക്കി പഞ്ചസാര വെള്ളം. എനിക്ക് വേണ്ടത്. ഈ ചെടി അങ്ങ് മുരടിച്ചല്ല, ചാണത്തിനൊന്നും ഇപ്പൊ അത്ര പവറില്ല. നീ എവിടെ പോടി? ഞാൻ എവിടെ പോയത് നിനക്കെന്താ? നീ എവിടെ പോയത് ഞാൻ അറിയണ്ടേ? നീ എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ അറിയാറുണ്ടോ? അതുകൊണ്ട് ഞാൻ പോകുമ്പോ നീ അറിയണ്ട. നിന്നെ പോലെയാണോ എവിടെ ഞാന്? എന്താ നീ മനുഷ്യനല്ലേ, മൃഗം വല്ലോ ആണോ? ഞാനൊരാണാ, ചോദിക്കാതെ പറയാതെ ഏത് മല കയറാനും എനിക്ക് പോവാ. എന്നാലേ ഞാനൊരു പെണ്ണാ, എനിക്ക് ഏത് മലയിലും പോവാൻ പറ്റും. നിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലടാ. ഈ വീട്ടിലൊന്നും നടക്കൂല. നമ്മുടെ പാരമ്പര്യം പെണ്ണുങ്ങൾ അടങ്ങി നിങ്ങൾക്ക് ജീവിക്കുന്ന, അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ കേട്ടാ. നല്ല സൂപ്പർ പാരമ്പര്യം. എന്നാലേ ഞാൻ ആ പാരമ്പര്യം തെറ്റിക്കും. തർക്കത്തിനും പറയുന്ന ഒരാൾ ഉപദേശിക്കുന്നു, ഒരാൾ ഉപദേശിക്കുന്നു, തർക്കത്തിനും പറയുന്ന. ഇവിടെ തലയേറ്റാ ഇവന്റെ കൈ പിടിച്ച് തിരിച്ചാ. ഒരു പെങ്കൊച്ചല്ലേ, അങ്ങനെ ചെയ്യാവോ? ഇവള് വരുന്ന കണ്ടപ്പോ ഞാനൊന്ന് ചോദിച്ചു, നീ എവിടെ പോയിന്ന്. അവക്ക് അതിന്റെ മറുപടി പറഞ്ഞാ പോരെ? മറുപടി പറഞ്ഞാ പോരെ? അച്ഛാ ഇവന്റെ സംസാരം ശരിയല്ല അച്ഛാ. ഇവൻ പറയാണ് പെണ്ണുങ്ങൾക്ക് ഒന്നും ആവാൻ പാടില്ല, ആണുങ്ങൾക്ക് എന്തും ആവാം. ഇതെന്താ കമ്പാരിസൺ? എന്തോന്നടേ, ആണും പെണ്ണും ഒക്കെ അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇവിടെ അവിടെ പോയി നമ്മൾ അറിയണ്ടേ? അതറിയണം. അതെവിടെ പോയെന്ന് മക്കൾ ആരായാലും, ആണും പെണ്ണും ഇല്ല, ഏത് മക്കളായാലും എവിടോട്ട് പോകുന്നുണ്ടോ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്താം, ഞാൻ ഇവിടെയാണ് പോണേ അവിടെയാണ് പോണേന്ന്. അയ്യേ അതല്ലല്ലോ, എന്നാലേ നീയും അനൗൺസ്മെന്റ് നടത്തണം. എനിക്ക് അറിയണോടാ നീ എവിടെയാ പോണേന്ന്. ഒന്ന് നിർത്ത്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ വീട്ടിലുള്ളവർക്ക് പറഞ്ഞിട്ട് പോയപ്പോ തീർന്നില്ലേ പ്രശ്നം? പിന്നെന്താ? അച്ഛൻ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടാ പോയേ. കണ്ടോ ഇവിടെ എന്തോന്നടേ ഇത്? നീ എവിടെ പോയി അമ്മയടുത്ത് പറഞ്ഞിട്ട് ഒന്ന് പറ കേക്കട്ടെ. അതൊന്നും ചോദിക്കൊന്നും വേണ്ട. ഇവിടെ അമ്മ എടുത്ത് പറഞ്ഞിട്ട് പോയി, എത്ര അറിഞ്ഞാ പോരെ? എനിക്കറിയാം എവിടെ പോയി. നീ ഞാൻ കാശിക്ക് പോയി. കണ്ട ഇപ്പോഴും അവളെ സ്ഥലപ്പേര് പറഞ്ഞില്ല, അപ്പൊ എന്താ ഉടായിപ്പുണ്ട്? അതൊന്നും അല്ല, നീ ഉമ്മ വാശി പിടിപ്പിച്ചോണ്ട് അവള് പറഞ്ഞതാ. മകളെ പറ എവിടെ പോയതാ? അച്ഛൻ അമ്പലത്തിലാ അച്ഛൻ പോയത്. അയ്യോ കണ്ടോ, നല്ല കാര്യത്തിനല്ലേ പോയത്. ഒരു പണി ചെയ്യ്, അടുത്ത പ്രാവശ്യം തൊട്ട് അമ്പലത്തിൽ പോകുമ്പോ ഈ കഴുതരാമനെയും കൂടെ കൊണ്ടു, അവനൊന്ന് നന്നാവട്ടെ. ഇവനെയോ? ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ചീത്തയായി പോവും. അച്ഛാ കിണിക്കല്ലേ? പിന്നെ സത്യം കേട്ടാ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? നീ ഒന്ന് നന്നാവേണ്ട ആവശ്യമുണ്ട്. ഈ പോക്ക് പോയാൽ നീ ഒരു കാലത്ത് നന്നാവൂലേ? ഞാൻ നന്നായിക്കോളാം. ആ നന്നായാ നിനക്ക് കൊള്ളാം. വഴക്കൊന്നും ഇടരുത് കേട്ടല്ല. നന്നാവടാ. നട്ടുച്ചക്ക് നീ ഏതമ്പലത്തിലാടി പോയെ? സത്യം പറ, നീ ആരെ കാണാൻ പോയതാ? സത്യം പറയണോ? ആ സത്യം പറ. ഞാൻ എന്റെ കാമുകനെ കാണാൻ പോയതാ. കാമുകനെയാ? എന്താ കാമുകൻ നീ കേട്ടിട്ടില്ലേ? ആരാടി അവൻ? ആരാടി അവൻ? നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യം എന്ത്? നീ പറയൂടി എന്നോട്. ഞാൻ കണ്ടുപിടിച്ചോളാം. നീ കണ്ടുപിടി. ഞാൻ കണ്ടുപിടിക്കൂടി. അമേരിക്കക്കാരുടെ കാമുക. നീ പോടി. ഇവക്ക് കാമുകനാ? കൊണ്ട് പിടിക്കണല്ലോ. ഓ ഇന്നലെ പഠിച്ച ഒന്നും തലേ കയറുന്നില്ല. ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ SLC പാസ്സാവും? അമ്മ ഇവിടെ വന്നിരിക്കണ? അല്ല നിന്റെ തലേ കയറിയിരിക്കാം. ഇനി അതിനോട് കുറവുള്ള ഇരിക്കി കയറി. നിന്റെ തലമു മുഴുവൻ കളിമണ്ണല്ലേ, പിന്നെ എങ്ങനെ കയറിയിരിക്കാൻ? അമ്മ അധികം തമാശക്കല്ലേ. അമ്മ വടക്കേ പറമ്പിൽ കിമേശനാ അവനെ കണ്ട് വഴിക്ക് വേണ്ടി സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞാ? പറഞ്ഞു. ആരോട് ചോദിച്ചിട്ട്? അത് ഞാൻ ആ പ്രകാശന് വേണ്ടി ചെയ്യുന്ന. അപ്പൊ എനിക്ക് വേണ്ടി ഒന്നുമില്ലേ? ഇടി നിനക്ക് വേണ്ടി ഞാൻ നേരത്തെ എല്ലാം ചെയ്തതല്ലേ, പിന്നെന്തുവാ? നേരത്തെ ചെയ്തതെല്ലാം കിടക്കട്ടെ, ഇനി ചെയ്യാൻ പോണ കാര്യം പറ. എന്റെ സ്ഥലം എനിക്ക് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ല നീയല്ല. അമ്മ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതി. ഈ സ്വത്തിനൊക്കെ എനിക്ക് കൂടെ അവകാശമില്ലേ? ഞാനും കൂടി അറിയണ്ട കാര്യങ്ങള്. എന്നാ നീ കേട്ടോ, ഞാൻ ആ വടക്കേ പറമ്പ് കുറച്ച് സ്ഥലം കൊടുക്കാൻ പോവാ, അതിന്റെ കാശ് പ്രകാശന് കൊടുക്കും. അതെങ്ങനെ ശരിയാവും? ഈ സ്വത്തിന് എനിക്കും കൂടി അവകാശമുണ്ട്. പ്രകാശേട്ടൻ എന്തിനാ കൊടുക്കാൻ പോണത്? അവനൊരു ബിസിനസ് തുടങ്ങാനായിട്ട്. അപ്പൊ അതാണ് കാര്യല്ലേ? ചേട്ടന് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലേ ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് വേണം, അല്ലാണ്ട് കുടുംബസത്തിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടല്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് പ്രകാശനോട് പറ. അമ്മ
അമ്മ എന്തറിഞ്ഞിട്ട് അമ്മയ്ക്ക് തലയ്ക്ക് ബോധമില്ലേ? എന്താടി ഈ കാര്യം പറ. ആ പറമ്പ് നമ്മൾ കൊടുത്താലേ അമ്മയ്ക്ക് എന്നെ പാരയാവും. എനിക്ക് എങ്ങനെ പാരാവാനാ? അമ്മ നമ്മുടെ പ്രൈവസി പോവും. ഈ പെണ്ണ് എന്തൊക്കെയാ പറയുന്നത്? അമ്മ എന്തിനാ രമേശിന് വഴി കൊടുക്കണേ? രമേശ് അങ്ങോട്ട് നടക്കാനല്ലേ? പിന്നല്ലാതെ അയാൾ മാത്രമാണ് അതിൽ നടക്കുക, വേറെ ആൾക്കാർ നടക്കില്ലേ? എടി വഴി കൊടുത്താ പിന്നെ വേറെ ആൾക്കാരൊക്കെ കയറി നടക്കൂലേ? അപ്പൊ നമുക്ക് അവരോട് പറയാൻ പറ്റും നടക്കല്ലേ നടക്കല്ലേ എന്ന്. അപ്പൊ നമ്മുടെ പറമ്പിന്റെ അവിടെയുള്ള ചക്കയും മാങ്ങയും തേങ്ങ ഓരോരുത്തർ എടുത്തോണ്ട് പോകും. പിന്നെ നമ്മൾ കാവൽക്കാരെ വെക്കേണ്ടി വരും എടുത്തോണ്ട് പോകണം നോക്കാനായിട്ട്. കറക്റ്റ് അല്ലേ? ആ നീ പറഞ്ഞ ശരിയാണല്ലോടി. നമ്മുടെ പറമ്പിൽ കയറി എല്ലാം എടുത്തോണ്ട് പോവില്ലേ? എന്നാ ഞാൻ പ്രകാശനോട് പറയാൻ ഞാൻ വഴി കൊടുക്കുന്നില്ല. അതന്നെ ഇപ്പൊ തന്നെ പോയി പറയണം. ഇപ്പൊ തന്നെ പറയാടി. ഓ എനിക്ക് ഈ ബോധം നേരത്തെ പോയില്ല. ഒറ്റയ്ക്ക് വിഴുങ്ങാന്ന് വിചാരിച്ചല്ലേ? സരിതുള്ളപ്പോ നടക്കില്ല.